ചിങ്കൂസ്, ഇന്ന് നമ്മൾ തങ്കുമോളുടെ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് തങ്കുമോൾക്ക് സെലിബ്രേഷനാണ്. ഫസ്റ്റായിട്ട് തങ്കുമോൾ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരിക്കേണ്ടത്. പുള്ളിക്കാരി ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ദിവസമാണെന്ന്. ഇന്ന് അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ്. നമുക്ക് ഒരുമിച്ച് തങ്കുമോളെ റെഡിയാക്കിയാലോ? കമോൺ. ഇതാണ് തങ്കുമോൾ ക്രിസ്മസിലിടുന്ന വൈറ്റ് ഫ്രോക്ക്. അവർക്ക് റെഡും വൈറ്റും തീമാണ് പറഞ്ഞത്. പുതിയ ഉടുപ്പൊന്നും അല്ല കേട്ടോ. തങ്കുവിന് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡാൻസിന് എടുത്തൊരു വൈറ്റ് ഫ്രോക്കാണ്. അത് തന്നെയാണ് തങ്കു ക്രിസ്മസ് സെലിബ്രേഷനും ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുഖത്ത് ബേബി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തും കഴുത്തിലും നമ്മൾ ഒരേപോലെ ഇടണം. കയ്യിലും കാലിലൊക്കെ നേരത്തെ ഇട്ടതാണ്, അത് കാണിച്ച് നിങ്ങൾ ലാഗ് അടുപ്പിക്കുന്നില്ല. ജസ്റ്റ് ലോഷൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹിമാലയയുടെ ബേബി പൗഡറാണ് തങ്കു യൂസ് ചെയ്യണത്. ഹിമാലയയുടെ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൺമഷി എഴുതണം. പിരികവും 2 ഞാൻ കൈവച്ച് തന്നെയാണ് നേരത്തെ തൊട്ട് എഴുതിക്കാറ്. പിരികവും ജസ്റ്റ് കൈവച്ച് എഴുതുക. കണ്ണിൻ്റെ അകത്തും കൺമഷി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐലൈനർ ഇട്ട് വാല് മാത്രമേ ഇടാറുള്ളൂ, പക്ഷെ ഇന്ന് ആൾക്ക് മുകളിലും കൂടി എഴുതണം എന്ന് പറഞ്ഞ് മുകളിൽ ഫുള്ളായിട്ട് ഐലൈനർ എഴുതിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് അത് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. അമ്മ മാത്രമേ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടണുള്ളൂ എന്നുള്ളത് തങ്കുവിൻ്റെ മെയിൻ പരാതിയാണ്. അത് ഇന്ന് തീർത്തു. ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി നമ്മൾ മുടി കെട്ടാൻ പോവാണ്. ആൾക്ക് വളരെ കട്ടി കുറഞ്ഞ മുടിയാണ്, കുഞ്ഞു മുടിയാണ്. അപ്പോൾ നമ്മൾ വലിയ ആർഭാടങ്ങളൊന്നും അതിനകത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പണ്ട് കൊമ്പ് കെട്ടുക എന്ന് പറയുന്ന പോലെ 2 സൈഡും നമ്മൾ പകച്ചിലിട്ട് എടുത്തിട്ട് കൊമ്പ് കെട്ടി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അവർക്ക് റെഡും വൈറ്റും തീമും പറഞ്ഞേക്കണം. കാരണം ഡ്രസ്സ് എന്തായാലും പ്ലെയിൻ വൈറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ആക്സസറീസ് റെഡാണ് ചൂസ് ചെയ്തത്. ഒരു ചെറിയും 2 ഗ്രീൻ കളർ ലീഫുള്ള ബണ്ണാണ് തങ്കുവിന് യൂസ് ചെയ്യണത്. 2 സൈഡും അതേപോലെ നമുക്ക് കൊമ്പ് കെട്ടി കൊടുക്കാം. റെഡ് കളറിലൊരു വലിയ മാല എനിക്ക് കിട്ടിയത് 2 ലെയറായിട്ട് ഇടാന്ന് വെച്ചു. പക്ഷേ അത് 2 ലെയർ ഇട്ടിട്ട് അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല. അത് ഞാൻ ഒറ്റ ലെയറായിട്ട് തന്നെ ഇട്ടു. അപ്പോൾ തങ്കു പറഞ്ഞു, വാവ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയണ്ട. ആദ്യം അത് കാണിച്ചപ്പോഴേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇട്ട് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളയിടുന്ന സമയത്തും ആളിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് മാല ഇഷ്ടപ്പെട്ടു തന്നെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളയൊന്നും ആൾ ശ്രദ്ധിച്ചേ ഇല്ല. റെഡ് കളർ തന്നെയാണ് വളയം. പിന്നെ ഒരു ചെറിയൊരു തൂക്കത്തിൻ്റെ റെഡ് കമ്മലും. തങ്കുവിന് ഇതുവരെ തൂക്കക്കമ്മലൊന്നും ഇടിച്ചിട്ടില്ല. ചെറിയ സ്റ്റഡാണ് ഇട്ട് സ്കൂളിൽ പോവാറ്. എന്തായാലും ഇന്ന് സെലിബ്രേഷൻ അല്ലേ, ആൾക്ക് ഞാനിടുന്ന സമയത്തൊക്കെ അങ്ങനെ നീളമുള്ള കമ്മലിടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞിക്ക് സാധാരണ അതൊന്നും ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് തങ്കുവിന് ചെറിയൊരു ഹാങ്ങിങ് ഉള്ളത്. ഒട്ടും വെയിറ്റ് ഇല്ല, എന്നാൽ ചെറിയൊരു ഹാങ്ങിങ് ഉള്ളത്. ഇതാണ് തങ്കുവിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും തങ്കുവിന് ഒരുപാട് സന്തോഷമായി. തങ്കു എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഉമ്മ വെപ്പിച്ചതാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാണ് തങ്കു ഫൈനൽ ലുക്ക്. ഓക്കെ, ബൈ.